അശോക ചക്രവർത്തിയെ കുറിച്ച് സ്കൂളിൽ നമ്മൾ പഠിക്കുന്നു. കലിംഗ യുദ്ധാനന്തരം ബുദ്ധമതം സ്വീകരിച്ച അശോകൻ നാട് ഭരിച്ചത് എത്ര കാലം മുൻപാണ്? എത്ര വർഷം മുൻപാണ്? ക്രിസ്തുവിന് മുൻപാണ്. അന്ന് AK-47 ഇല്ല. അന്ന് ഈ പറയുന്ന മിസൈലുകളോ പോർവിമാനങ്ങളോ ഒന്നുമില്ല. വളരെ പ്രാകൃതമായ ആയുധങ്ങളായിരിക്കും ഉണ്ടാവുക. കലിംഗ യുദ്ധാനന്തരം എങ്ങനെയാണ് അശോകൻ മതപരിവർത്തനം നടത്തിയത്? യുദ്ധത്തിൽ പരാജയപ്പെട്ട് നിരാശാഭരിതമായ മനസ്സോടെ മാനസികമായ പരിവർത്തനത്തിന് വിധേയനായ ചക്രവർത്തിയല്ല അശോകൻ. പിന്നെയോ കലിംഗ യുദ്ധം ജയിച്ച രാജാവാണ്. കലിംഗ സാമ്രാജ്യം ജയിച്ച രാജാവാണ്. യുദ്ധം ജയിച്ചു. വിജയശ്രീലാളിതനായി മഹാവിജയം പകർന്നു നൽകി ആത്മവിശ്വാസത്തോടെ ആഹ്ലാദാതിരേകത്തോടെ വിജയശ്രീലാളിതനായ ചക്രവർത്തി യുദ്ധഭൂമി സന്ദർശിച്ചു. ജയിച്ചിട്ട് പോയതാണ് യുദ്ധഭൂമി കാണാൻ. അവിടെ കണ്ട കാഴ്ചകളാണ് ഈ മാധ്യമ പ്രവർത്തകനായ ചെറുപ്പക്കാരനെ പോലെ അശോകൻ ആ യുദ്ധമുഖം കണ്ടപ്പോൾ തിരിച്ചറിയാനാവാത്ത വിധം ചിതറിക്കിടക്കുന്ന മനുഷ്യന്റെ മൃതശരീരങ്ങൾ, ചലനമറ്റ മൃതശരീരങ്ങൾ, ഒഴുകിപ്പടർന്ന രക്തം, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെ വിലാപങ്ങൾ, കണ്ണീരും ചോരയും കൂടിക്കുടഞ്ഞ യുദ്ധഭൂമി കണ്ടപ്പോഴാണ് ഭൗതികമായ നേട്ടങ്ങളുടെ അർത്ഥരാഹിത്യത്തെ കുറിച്ച് ചിന്തിക്കാൻ അശോകന് സാധിച്ചത്. ആ അശോകൻ അപ്പോ ബുദ്ധമതം സ്വീകരിച്ചു. ഈ ഭൗതികമായ വിജയങ്ങളിൽ നേട്ടങ്ങളിൽ ഒന്നുമില്ല. അദ്ദേഹം മറ്റൊരു മനുഷ്യനായി മാറി. യുദ്ധഭൂമി കാണാത്തവരായതുകൊണ്ട് ചിലർ യുദ്ധാസക്തരായി തുടരും. ഇതിന്റെ 100 ഇരട്ടി വേഗതയിലാണ്, 100 ഇരട്ടി പ്രഹരശേഷിയോടെയാണ് നവമാധ്യമങ്ങളിൽ ചിലർ ഉറഞ്ഞു തുള്ളിയത്. ഇപ്പൊ യുദ്ധം ചെയ്യണം, തകർത്ത് കളയണം, കത്തിക്കണം, ഒരു ജ്വരമായി പടർന്നു. അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. സമാധാനത്തെ കുറിച്ച് സംസാരിക്കുന്നവർ യുദ്ധോന്മാദത്തിന്റെ നാടുകളിൽ ആക്രമിക്കപ്പെടുമെന്നത് ചരിത്രത്തിലെ ഒരു സത്യമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സമാധാനവാദികളിൽ ഒരാളായിരുന്നു ബർട്രൻഡ് റസ്സൽ. അദ്ദേഹം സമാധാനത്തെ കുറിച്ച് സംസാരിച്ചതിന് ആക്രമിക്കപ്പെട്ടു, പിന്നീട് ജയിലടക്കപ്പെട്ടു. അതാണ് ലോകത്തിന്റെ അനുഭവം. അതൊരു സവിശേഷ മാനസികാവസ്ഥയാണ്. ചിലർ യുദ്ധത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള വാദങ്ങൾ നിരത്തുന്നതിന്റെ ഇടയിൽ ചോദിച്ചു, കമ്മ്യൂണിസ്റ്റുകാർക്ക് യുദ്ധം നിഷിദ്ധമാണോ? 2ാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ പങ്കെടുത്തിട്ടില്ലേ? ഹിറ്റ്ലറെ തോൽപ്പിച്ചത് സ്റ്റാലിനല്ലേ? അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ യുദ്ധത്തിനെതിരെ പറയുന്നതിന് എന്തർത്ഥം? എന്താണ് വസ്തുത? നാം കാണേണ്ട ഒരു കാര്യം, കാലം സാവധാനത്തിലാണെങ്കിലും പുരോഗമിക്കുന്നുണ്ട്. പതിയെ നമ്മുടെ ലോകം മെച്ചപ്പെട്ട് വളർന്നു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പണ്ട് 2ാം ലോക മഹായുദ്ധം എന്ന് പറയും, 1ാം ലോക മഹായുദ്ധം എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇപ്പോ എഴുത്തുകുത്തുകളിൽ, പുസ്തകങ്ങളിൽ, പുതിയ പ്രയോഗങ്ങളിൽ അങ്ങനെ ആരും പറയുന്നില്ല. 2ാം ലോകയുദ്ധം എന്നാണ് പറയുന്നത്, 1ാം ലോകയുദ്ധം എന്നാണ് പറയുന്നത്. ഒരു വാക്ക് പോയി, മഹാ എന്നൊരു വാക്ക് ഇപ്പൊ ആരും പറയുന്നില്ല. എന്തിനാണ് അങ്ങനെ പറഞ്ഞിരുന്നത്? സെക്കൻഡ് വേൾഡ് വാർ എന്നാണ്. അത് മലയാളത്തിലേക്ക് ആരോ പരിഭാഷപ്പെടുത്തിയപ്പോ 2ാം ലോക മഹായുദ്ധം. ഇംഗ്ലീഷിൽ ഗ്രേറ്റ് എന്നൊരു പദം പറഞ്ഞിട്ടില്ല, സെക്കൻഡ് വേൾഡ് വാർ എന്ന്. പിന്നെ എന്തിനായിരിക്കും ആ മഹാ പറഞ്ഞത്? ആ ഘട്ടത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവുക, ഇതൊരു സാധാരണ യുദ്ധമല്ല. യുദ്ധത്തിന്റെ വൈപുല്യം അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, ഇതൊരു ചെറിയൊരു യുദ്ധമല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഒരു വാക്കുകൂടി ചേർത്തതാവണം. എന്നാൽ ഭാഷാശാസ്ത്രത്തിന്റെ മണ്ഡലത്തിൽ സംഭവിക്കുന്ന പുരോഗമനോന്മുഖമായ വളർച്ചയുടെ കൂടി ഭാഗമായിട്ടാവാം ഇപ്പോ ആരും അങ്ങനെ പറയുന്നില്ല. ചിലരിപ്പോഴും 2ാം ലോക മഹായുദ്ധം എന്നൊക്കെ പറയുന്നുണ്ടാവും, പക്ഷെ അത് ശീലം കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് മാറി വരികയാണ്. എന്തുകൊണ്ടാണ് മാറുന്നത്? എത്ര വൈപുല്യമാർന്ന യുദ്ധമാണെങ്കിലും യുദ്ധത്തോടൊപ്പം ചേർക്കാൻ പറ്റിയ ഒരു വാക്കല്ല മഹാ എന്ന് തിരിച്ചറിയുക. യുദ്ധം മഹത്തരമാണ് എന്ന തെറ്റായ ഒരു സന്ദേശം ഒരു പക്ഷേ അത് പകർന്നു കൊടുക്കും. ഒരു യുദ്ധവും മഹത്തരമല്ല, അതുകൊണ്ട് മഹായുദ്ധം വേണ്ട, 2ാം ലോകയുദ്ധം മതി. അതൊരു തിരിച്ചറിവ്. അപ്പൊ നമുക്ക് ഇനി അങ്ങനെ ഉപയോഗിക്കുന്നതാണ് നല്ലത്.